അപ്പോൾ ഗൈസ് ഇതാണ് പോർട്രോണിക്സിൻ്റെ മൾട്ടിപ്പിൾ വയർലെസ് കണക്ടിവിറ്റി സപ്പോർട്ട് ചെയ്യുന്ന ബബിൾ കീബോർഡ്. ഇതൊരു 10 കീലെസ് കീബോർഡാണ്. അതായത് നമ്മൾ നോർമലി ഒരു ഫുൾ സൈസ് കീബോർഡിൽ കാണുന്ന നമ്പർ കീപാഡൊന്നും ഇതിൻ്റെ അകത്ത് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് കൊണ്ടു നടക്കാനും നല്ല കംഫർട്ടായിരിക്കും. നമ്മൾ ഡെസ്കിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം സ്പേസ് ഇതിന് ആവശ്യമില്ല. അതേപോലെ ഇത് കംപ്ലീറ്റ്ലി വയർലെസ് ആണ്. നമുക്ക് ഡോങ്കിൾ യൂസ് ചെയ്തും അതേപോലെ ബ്ലൂടൂത്ത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കയ്യിലിപ്പോൾ സ്മാർട്ട് ഫോണും ടാബ്ലറ്റും അതേപോലെ ലാപ്ടോപ്പും എല്ലാത്തിനും കൂടെ സെപ്പറേറ്റ് കീബോർഡ് വാങ്ങുന്നതിന് പകരം നിങ്ങൾക്ക് ഒരു സിംഗിൾ കീബോർഡ് മതി. ജസ്റ്റ് ഈ ഫംഗ്ഷൻ പ്ലസ് 1 2 3 ഒക്കെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. യാതൊരുവിധ കണക്ടിവിറ്റി ഇഷ്യൂസ് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതേപോലെ ഇതിനകത്ത് മൾട്ടിമീഡിയ കൺട്രോൾസ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വോളിയം കൺട്രോൾസ് ആണെങ്കിലും മ്യൂസിക് കൺട്രോൾസ് ആണെങ്കിലും ജസ്റ്റ് ഫംഗ്ഷൻ പ്ലസ് ഈ ഒരു കീസൊക്കെ യൂസ് ചെയ്താൽ മതി. ഇതിൻ്റെ പുറകിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കീബോർഡ് റൈസർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഡോങ്കിൾ വെക്കാനുള്ള സ്ലോട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. 2 AAA ബാറ്ററിയാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യേണ്ടത്. ഒരു ബാറ്ററി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 6 മാസത്തോളം ഞങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ടോപ്പിലായിട്ട് കീബോർഡ് ഓൺ ചെയ്യാനുള്ള ഒരു സ്വിച്ച് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 3 കളർ വേരിയൻ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്: പർപ്പിൾ, ബ്ലാക്ക്, അതേപോലെ വൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ടി വരും. ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആണ്. ഇതിൻ്റെ റൈറ്റിങ്സ് മാത്രമേ വൈറ്റ് ആയിട്ട് വരുന്നുള്ളൂ. ഇനിയിപ്പോൾ പർപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രേഡിയൻ്റ് പർപ്പിൾ കളറാണ് കൊടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിലുള്ള എല്ലാ കീബോർഡും ബ്ലാക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഒരു പർപ്പിളും കൂടെ പർച്ചേസ് ചെയ്തത്. ഈ ഒരു ബബിൾ കീബോർഡിൻ്റെ 2.0 3.0 വേർഷൻസൊക്കെ അവൈലബിൾ ആണ്. നിങ്ങളൊരു വയർലെസ് കീബോർഡ് നോക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നല്ല കീബോർഡാണ്. സബ്സ്ക്രൈബ്.